കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, മോദി വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ യോഗിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന്. യു പിയിൽ യോഗി വീഴുകയാണ്. വലിയ ഭൂരിപക്ഷത്ത് വന്നില്ലല്ലോ. ഇത് പിന്നെ 220 സീറ്റ് മറ്റല്ലേ ഉള്ളൂ. ബാക്കി മറ്റേ സഖ്യകക്ഷികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ ഭരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അന്ന് പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മോഡി അമിത്ഷാക്ക് ഭരണം ഒഴിഞ്ഞു കൊടുക്കും. അത് പക്ഷേ പെട്ടെന്നല്ല, 2.5 വർഷം കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുക്കും എന്ന് ഞാൻ പൊതുവെ കേട്ടിരുന്നു. നമ്മൾ വിശ്വസനീയമായ എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രോസസ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് യോഗി വരും എന്നാണ് കേട്ടിരുന്നത്. അപ്പം അരവിന്ദ് കെജ്രിവാൾ ഇത് ഓപ്പണായി പറഞ്ഞതോട് കൂടിയിട്ട് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പം അമിത്ഷാ വന്നാൽ ഈ അധികാരത്തിൽ ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം വിട്ടുപോകാനൊക്കെ പാടുണ്ടാവും. അല്ലെങ്കിൽ അവർ വേറെ അവരുടേതായ ആളുകളെ വളർത്തിക്കൊണ്ടുവരും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് യു പിയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിയിൽ. അത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതിൽ ഉപരിയായിട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ അത് RSSൻ്റെ ഒരു ഇടപെടലായിരിക്കാം അത്. കാരണം ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് അധികാരങ്ങൾ വരികയും ആ വ്യക്തി സംഘടനയെക്കാളും വളരുകയും ചെയ്യുമ്പോൾ അവിടെ ഫാസിസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫാസിസം എതിരഭിപ്രായങ്ങൾ അടിച്ചമർത്താണ് ഫാസിസം. അത് മാത്രമല്ല, താഴെത്തട്ടിൽ ഉണ്ടായി വരുന്ന ലീഡർഷിപ്പ് പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്തവരായിരിക്കും. അങ്ങനെ സംഭവിക്കും വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ. അങ്ങനെ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും അതിൽ കുറേ വീക്ക്നെസ്സുകളുണ്ടാവും, വീക്ക് പോയിന്റുകളുണ്ടാവും, ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുണ്ടാവും. അപ്പോൾ ഒരു സംഘടനയ്ക്കുള്ള, ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചതാണ്. അധികാരമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചില വ്യക്തികളിലേക്കായിട്ട് കേന്ദ്രീകരിച്ചു, രണ്ടാന്തര നേതാക്കളെ കൈകാര്യം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആ വ്യക്തികളിലെ കേന്ദ്രീകരിക്കും. ആ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു വരും, വ്യക്തികളുടെ ഭയം കടന്നു വരും. അത് തന്നേക്കാൾ കൂടിയോ എടുത്ത് തന്നെ വളർത്തിക്കൊണ്ട് വന്നാൽ ചില പണി വരും. അപ്പോൾ എൻ്റെ വെട്ടിയിടിക്കാൻ ശേഷിയുള്ളവൻ മാത്രം വളർന്നാൽ വന്നാൽ മറ്റവനെ എങ്ങനെയെങ്കിലും ഓരം ചേർക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഓരം ചേർത്തില്ല. കോൺഗ്രസിലാണ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായത്. കരുണാകരനാണ് തുടങ്ങി വെച്ചത്. മുൻനിര നേതാക്കന്മാരെ മൊത്തം വെട്ടി നിർത്തി. ഇന്ന് മൂപ്പരെ വെട്ടിപിടിക്കാൻ ശേഷിയുള്ളവൻ മാത്രം വളർത്തിക്കൊണ്ടുവന്നു. പിന്നെ അത് പക്ഷേ മൂപ്പര് മനസ്സിലാത്ത കാര്യമുണ്ട്, ഈ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ളവനൊരു കമ്മിറ്റ്മെൻറ്റ്, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും. അവനൊരു പരിധി കൂടുതലൊന്നും പിന്നിന്ന് കുത്തില്ല, അവന് മനസാക്ഷി കുത്തുണ്ടാവും. ഈ പെട്ടി പിടിക്കാൻ അറിയുന്നവൻ്റെ ഒരു IQ അത്രയേ ഉള്ളൂ. അവൻ എന്ത് വഴിയും സ്വീകരിക്കും. അതാണ് കരുണാകരന് കിട്ടിയത്. അതാണ് അങ്ങനെ മുന്നിന്നും പിന്നിന്നും കുത്തിയത്. അതൊക്കെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും ബ്രില്യൻ്റായ ആളുകൾ പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോക്കപ്പെടുകയോ വെട്ടി പിടിക്കാൻ മാത്രം ശേഷിയുള്ള പ്രത്യേക മൂല്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ വളർന്നു വരികയും അവർ പിന്നെ ഈ വളർത്തിക്കൊണ്ട നേതാവിനെ വെട്ടി പ്രധാനത്തിരിക്കുകയും ഇപ്പോൾ വെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് യു പിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി എന്ന പദത്തിൽ നിന്നും യോഗി നീക്കപ്പെടും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വളരെ പവർഫുള്ളാണ്. ഇന്ന് യു പിയിൽ അദ്ദേഹത്തിന് വളരെ കാലമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമുണ്ട്. പക്ഷേ ആ പ്ലാറ്റ്ഫോമിലൂടെ ഇന്നത്തെ അധികാരത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടും BJPയുടെ പോപ്പുലർ വോട്ട് കൂടി കിട്ടുമ്പോഴാണ്, BJPയുടെ സംഘടനാ സംവിധാനം കൂടി കിട്ടുമ്പോൾ. പിന്നെ അവിടെ അടുത്ത രണ്ടാമത് വരുന്ന ഫാക്ടർ RSS ആണ്. ഇന്നും RSS വളരെ പവർഫുള്ളാണ്. അപ്പോൾ ഈ രീതിയിൽ പോയാൽ 40 വർഷം കഴിഞ്ഞാൽ വ്യക്തി ആരാധനയ്ക്ക് ഈ രീതിയിൽ പോയാൽ ഇതേപോലെ കെട്ടുറപ്പുള്ള RSS ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലകളിൽ ഈ കുമ്മനത്തിനെ പോലുള്ള ആളുകളും അതുപോലെ തന്നെ രാജേട്ടനെ പോലുള്ള ആളുകളൊക്കെ വളർത്തിക്കൊണ്ട് വന്നൊരു പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ ആ നിലയിൽപ്പെട്ട ആളുകൾ ഇന്നും അതിൻ്റെ ലീഡർഷിപ്പിലുള്ളത്, താഴെ തൊട്ട് മുകളിൽ വരെ. അപ്പോൾ അവരുടെ ഒരു പിന്തുണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ബി ജെ പിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ തീരുമാനം BJP എടുത്തു കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കുകയും ചെയ്യും. ഈ 80 നിന്ന് 80 സീറ്റുകളിൽ 33ലേക്ക് ഒതുങ്ങാനുള്ള കാരണം എന്താണ്? അതാണ് യോഗിക്കെതിരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തിവെക്കുന്നത്. അതിപ്പം നമ്മളിപ്പം കണ്ടെന്ന് വെച്ചാൽ BJPയുടെ റിപ്പോർട്ട് അനുസരിച്ച്, അവിടുത്തെ BJPയുടെ റിപ്പോർട്ട് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, BJPയുടെ ബുൾഡോസർ രാജ്, ഇതൊക്കെ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ്. ഈ ബുൾഡോസർ രാജിൻ്റെ കാരണക്കാരൻ യോഗിയാണ്. അത് തന്നെ. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ സംവരണം എടുത്തു മാറ്റും എന്നുള്ള പേടി, ഇതെല്ലാം കൊണ്ടാണ് ഈ തിരിച്ചടി ഉണ്ടായെന്നാണ് BJPയുടെ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് പോയിട്ടുള്ളത് യു പിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ RSS തീരുമാനിച്ച് വലിച്ചു BJPക്ക് ഒഫീഷ്യൽ റിപ്പോർട്ടിൽ എഴുതാൻ പറ്റില്ലല്ലോ, RSSനെ പണക്കാൻ പറ്റില്ലല്ലോ. അപ്പം
ഇതിൽ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കാം. ഒന്നെന്താണ്, ഒന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയാണ്. ഇതിലും ഭീകരമായ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അഴിമതിയാണ് മധ്യപ്രദേശിൽ വ്യാപത്തിലുണ്ടായത്. ഇത് ഓരോ ഇലക്ഷൻ BJP ജയിച്ച് കയറുകയാണല്ലോ. അങ്ങനെയാണ് മധ്യപ്രദേശിലാണ് പ്രശ്നം ഉണ്ടാവേണ്ടത്. എത്ര കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഓക്കെ, BJP പക്ഷേ അവിടെ നിന്ന് നില മെച്ചപ്പെടുത്തിയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ബുൾഡോസർ രാജ്. ബുൾഡോസർ രാജ് പിന്നെ ഡൽഹിയിൽ നടപ്പിലാക്കിയ യോഗിയാണോ? അപ്പോൾ അല്ലെ ബുൾഡോസർ രാജിന് ഏറ്റവും കൂടുതൽ പിന്നെ പീഡിപ്പിക്കപ്പെട്ടതാരാ? മുസ്ലിങ്ങളല്ലേ, ഹിന്ദുസ് അല്ലല്ലോ. ഒന്ന്. മൂന്നാമത്തെ കാരണം പറഞ്ഞാൽ എന്താ? ബുൾഡോസർ രാജ് പിന്നെ മൂന്നാമത്തെ മറന്നു, ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഈ ഓരോ പോയിന്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവിടുത്തെ മാത്രം പ്രത്യേകത അല്ല, പക്ഷേ ഇദ്ദേഹത്തിന് അണ്ടറിലുണ്ടായ മാറ്റം അതിഗംഭീരമാണ് അവിടെ. ഒന്ന്, ലോ ആൻഡ് ഓർഡർ, ആർക്കും ആരെയും വെടിവെച്ചു കൊല്ല എന്നുള്ള അവസ്ഥയായിരുന്നു അവിടെ. ഗുണ്ടാരാജിന് അങ്ങനെ ഇട്ടു. അതിൽ മുസ്ലിം ഗുണ്ടകൾ മാത്രമൊന്നല്ല, ഇയാൾ സമുദായത്തിൽപ്പെട്ട ഗുണ്ടനെ ആദ്യം വെടിവെച്ച്, പിന്നെ ഏതായാലും ബ്രാഹ്മണൻ ഗുണ്ട, ഇവരൊക്കെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് മറ്റുള്ളവരെ കൈവച്ചത്. അത് മുസ്ലിം ഗുണ്ടകളുടെ എണ്ണം കൂടുതലായിരുന്നു. കാരണം ഇവർ പൊതുവെ ടർക്കിഷ് സുൽത്താനേറ്റ് പാരമ്പര്യത്തിൽ വരുന്നതുകൊണ്ട് കുറച്ച് എടുത്തിടം കൂടുതലാണ്, പിന്നെ നല്ല ആരോഗ്യം ഉണ്ടാവും. അവരെ പിന്നെ വെടിവെച്ച് പിന്നെ അവസാനമാണ് വെടിവെച്ച് കൊല്ലുന്നത് ഓരോരുത്തരായിട്ട്. അത് പലതും ചിലതൊക്കെ കസ്റ്റഡിയിൽ എത്തുവാണ്. അതായത് മറ്റേ അയാൾ വിഷം കൊണ്ടിട്ടാണ് മേടിച്ചത്, ജയിലിൽ കിടക്കും ഏറ്റവും അവസാനം നടക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ പൊതുവെ ജനങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ട്. എങ്ങനെയാണോ 90s അവസാനത്തോടുകൂടി ബോംബെയിൽ അധോലോകത്തെ ബോംബെ പോലീസ് പിന്നെ നിലംപരിശാക്കി അവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കി. അല്ല അഫ്ത കൊടുക്കാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ 90s. മലയാളികൾ ചോദിച്ചാൽ മതി. ഇതേ അവസ്ഥ UP-ലുണ്ടായിരുന്നു. അവിടുത്തെ ഗുണ്ടകൾ നല്ലൊരു പങ്ക്, ഈ അബു സലീം ഉൾപ്പെടെ വന്ന അസംഘടനയാണ്. അസംഘടന UP-ലെ മുസ്ലിം മേഖലയാണ്. അപ്പോൾ അതൊക്കെ യോഗി അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ യോഗിക്ക് പറ്റി. പിന്നെ ബിമരു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റേറ്റിനെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് യോഗിയുടെ നിശ്ചയദാർഢ്യം പ്ലസ് നരേന്ദ്രമോദിയുടെ സപ്പോർട്ട്, BJP-യുടെ സപ്പോർട്ട്, അമിത്ഷായുടെ സപ്പോർട്ട്, ഇതെല്ലാം കൂടിയാണ് അവിടെ ഫാക്ടറായത്. പക്ഷേ ആ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇയാൾക്ക് മോഡീനെ പോലെ ഒരു ഗുണമുണ്ട്. ഇയാൾക്ക് കല്യാണം, കുടുംബമൊന്നും, മക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇയാൾ എന്താ പറയുക, ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. തീവ്ര ഹിന്ദുത്വവാദി എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ അടിച്ചൊടിക്കുക എന്നുള്ളതല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണെങ്കിലും എലിമെൻറ്റ്സ് രാഷ്ട്രവിരുദ്ധമായാൽ അങ്ങനെ നേരിട്ടുണ്ട്. അത് കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട്. കോൺഗ്രസ് അല്ലേ ഈ പറഞ്ഞ 2 കാശ്മീർ ഭീകരവാദികളെ ഇലക്ഷന് മുമ്പ് തൂക്കിക്കൊന്നു. ആരൊക്കെ? ഒന്ന് മറ്റേ രണ്ടെണ്ണത്തിൽ തൂക്കിക്കൊന്നത് ഇലക്ഷന് തൊട്ട് മുമ്പ്. അത് ഞങ്ങൾ വലിയ ദേശസ്നേഹികളാണെന്ന് വോട്ട് ഇടിക്കുന്നത്. പക്ഷേ ആ ശവം കൂടി മേടിച്ച് വെച്ചു. ഏതായാലും അന്നപ്പോൾ കൊന്ന്. അപ്പോൾ ഇവരെ തൂക്കിക്കൊല്ലേണ്ടതാണ്. പക്ഷേ ആ ഇലക്ഷനെ തൊട്ട് തൂക്കിക്കൊന്നെന്തായിരുന്നു? അതൊരു പിന്നെ ഇലക്ട്രോറൽ പൊളിറ്റിക്സ് ആയിരുന്നു. അത് നാട്ടുകാർക്ക് മനസ്സിലായി. മാത്രമല്ല, നിങ്ങളൊരാളെ തൂക്കിക്കൊല്ലാണ് വേണ്ടത്. അത് ഒരു ടൂളായിട്ട് ഉപയോഗിക്കില്ല. ആ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലവും കിട്ടി. പിന്നെ അധികാരത്തിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പം അജ്മലിനൊക്കെ അതിന് മുമ്പേ കൊള്ളേണ്ടതായിരുന്നു. ഇതിനകത്ത് കാലം താമസിപ്പിച്ച് വെച്ചുകൊണ്ട് ഇലക്ഷൻ കണക്കാക്കി വെച്ചായിരിക്കും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി. പിന്നെ മറ്റവനുണ്ടല്ലോ ടൈഗർ മേമൻ. ടൈഗർ മേമനും എത്ര മുമ്പ് തൂക്കിക്കൊല്ലായിരുന്നല്ലോ. എന്തിനാ ഇലക്ഷനെ തലേന്ന് വെച്ചത്? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ മോറലായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാണ് ഈ വിമത നീക്കത്തിന് പിന്നിൽ? ആരാണ്? BJP-യുടെ കേന്ദ്ര നേതൃത്വമാണ്. കേന്ദ്ര നേതൃത്വം അത് BJP-യിലെ ഒരു കേന്ദ്ര നേതൃത്വം എന്ന് വെച്ചാൽ എന്നത്തെ എല്ലാവരും ഉണ്ടാകാൻ സാധ്യതയല്ല. BJP-ക്ക് അതിൽ പങ്കുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അല്ലാതെ ഇവരിങ്ങനെ ഇറങ്ങില്ല. BJP-ക്കാരല്ലേ ഇറങ്ങിയത്, RSS-കാരല്ലല്ലോ ഇറങ്ങിയത്. അവിടെ കേശവ് പ്രസാദ് മൗര്യ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വരുന്നില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം കൂടെ ഈ ഇളക്കാൻ പറ്റുന്നവരാണ്. ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാനൊക്കെ ഇപ്പോൾ ഇളക്കാൻ പറ്റുന്നവരാണ്. ഒരിപ്പോഴേക്ക് ഇളക്കി വിടുകയാണ്. ഇയാളങ്ങനെ എളുപ്പം ഇളക്കാൻ പറ്റില്ല. വേരോട് കൂടി പോരും എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അത് നിൽക്കാത്തത്. 2 RSS-ന്റെ സപ്പോർട്ടുണ്ട്. ഇപ്പം മോഡിക്കെതിരെ എന്തൊക്കെ തരത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആൻറ്റി മോഡി ആയിരുന്നല്ലോ, എന്തൊക്കെ പറഞ്ഞു. പക്ഷേ ഇളകാതെ ഇന്ന് എന്തുകൊണ്ടാണ്? അഡ്വാനി RSS സപ്പോർട്ട് മോഡിക്ക് ഉണ്ടായിരുന്നു. മോഡിനെ പിഴുതാൻ മൊത്തം പിഴുതു പോവുകയാണ്. പ്രവീൺ തൊഗാഡിയ ഈ ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെയാണ് പ്രവീൺ തൊഗാഡിയായിട്ട് അങ്ങനെ തെറ്റുന്നത്, അഡ്വാനിയായിട്ട് പിന്നെ തെറ്റുന്നു. പക്ഷേ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെയും സംഘമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സംഘമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രശ്നം സംഘം ഒരു തട്ടിൽ നിൽക്കുന്നതാണ് പ്രശ്നം. സംഘം പിന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാവാം. അല്ല ഇപ്പോഴേക്ക് എടുത്ത് മാറ്റേണ്ടതാണ്. ജനപിന്തുണയുള്ള ഒരു നേതാവിനെ എന്തിനാണ് ഇവർ കൈകാര്യം ചെയ്യാൻ നോക്കുന്നത്? അങ്ങനെ പലരും കല്യാൺ സിംഗിനെ ചെയ്തിട്ടുണ്ട്, ഉമാഭാരതിനെ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ചില ഈ രാഷ്ട്രീയവും ഇപ്പോൾ RSS-ഉം BJP നമ്മളെ ഒരു വലിയ പ്രശ്നമാണ്. BJP എന്ന് വെച്ചാൽ പൊതു രാഷ്ട്രീയമായിട്ട് ഇടപെടുന്ന പാർട്ടിയാണ്. അതിന് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെതായ എല്ലാ മാലിന്യങ്ങളും അതിൽ കയറും. RSS-നെ സംബന്ധിച്ചിടത്തോളം അതല്ല. RSS-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു സംസ്കാരം കെട്ടിപ്പടുക്കാന്നുള്ള.
അത് മാലിന്യങ്ങൾ കയറാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ മാലിന്യങ്ങൾ കയറുന്ന ഘട്ടം വന്നാൽ കൈവിട്ടു പോകുന്നു കഴിഞ്ഞാൽ അവർ കൺട്രോൾ ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡാമേജ് കൺട്രോൾ മോഡിലേക്ക് RSS പോവുകയാണ്. അതപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യോഗീനെ മാറ്റാതെ നിൽക്കുന്നതല്ല, യോഗീനെ ഇപ്പോഴേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇതിന് പ്രശ്നമെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷന് 30 സീറ്റ് നഷ്ടപ്പെട്ട നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള BJP സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൊടുത്ത ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ടൊന്നല്ല. പിന്നെ ഈ പറയുന്ന ബുൾഡോസർ രാജോ പിന്നെ വേറൊരു കാരണം, മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭരണം എടുത്തു മാറ്റുന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരം പരാമർശം വന്നത്. 400 സീറ്റ് കിട്ടിയാൽ അത് ചെയ്യുമെന്നൊക്കെ പരാമർശം വന്നിരുന്നു. മാത്രമല്ല 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന ഭേദഗതി ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുന്ന ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു. ഇതാണ് കട. പക്ഷേ അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ OBC വിഭാഗങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്തിരുന്നു. അത് സത്യമാണ്. ഭയങ്കരമായിട്ട് കൺസോൾട്ട് ചെയ്യും. മുസ്ലിം OBC മേഖലകൾ ഭയങ്കരമായിട്ട് യാഥാ മേഖലയിൽ പോളിംഗ് വരികയും, എന്നാൽ ഇതിനെ മറികടക്കാൻ ശേഷി BJPയുടെ സവർണ്ണ വോട്ടുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സവർണ്ണ മേഖലകളിൽ വേണ്ട ഈ പോളിംഗ് നടന്നിട്ടില്ല. അങ്ങനെ പോളിംഗ് നടക്കാതിൻ്റെ പിന്നിലാണ് RSS എന്ന് എനിക്ക് തോന്നുന്നു. RSS അതിലൊരു എന്താ നേരിട്ട് ഓപ്പണായിട്ടൊന്നും പറയില്ല, പക്ഷെ അവർക്ക് അതിന് മെക്കാനിസം ഉണ്ട്. അവസാന നിമിഷം തോൽപ്പിക്കാനും ജയിപ്പിക്കാനുള്ള മെക്കാനിസം അപ്പം 30 അവിടെ അത്രയും സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് RSSന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മനസ്സറിവ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ മോദിയെ ശത്രുപക്ഷത്ത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ RSS മോദിയെ ശത്രുപക്ഷത്ത് കാണുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരില്ല. അല്ല, RSS മോദി എന്ന വ്യക്തിയുമായിട്ട് RSS പ്രശ്നം അവിടെ നേതാവുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ മോഡി കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോഡിക്ക് ചുറ്റുണ്ടായി വന്നിട്ടുള്ളൊരു വലയമുണ്ട്. അല്ല, RSSകാരൊക്കെ തന്നെയാണ്. ഇപ്പോൾ അമിത്ഷാണ് RSSകാരാണ്, ഇവരൊക്കെ RSSകാരൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു വലയ അധികാരം വല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ എതിർശക്തി ഇല്ലാതെ കൈകാര്യം ചെയ്തു വരുമ്പോൾ അത് സ്വയം ഒരു സിസ്റ്റമായിട്ട് അങ്ങ് മാറും. അങ്ങനെ പിന്നെ അവരുടെ അവരായിട്ട് സഹകരിച്ച് നീങ്ങുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. അവരൊക്കെ പല RSSകാർ തന്നെ. ഇപ്പോൾ അദാനിയൊക്കെ തന്നെ RSSൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവരൊരു സിസ്റ്റമായിട്ട് അങ്ങ് മാറും. പലപ്പോഴും നമ്മൾ കണ്ട ഇങ്ങനെ റോമിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റോമിൽ എല്ലാം ഇതായിരുന്നു, റിപ്പബ്ലിക്കിൽ അവിടെ സെനറ്റായിരുന്നു. പക്ഷേ ജൂലിയസ് സീസറിനെ പോലെ ശക്തനായ നേതാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വൃന്ദവും വന്നതോടുകൂടി അത് രാജാധികാരത്തിലേക്ക് വഴിമാറി. അതുകൊണ്ടാണ് ജൂലിയസ് സീസറിനെ അന്ന് ഇവരെല്ലാം കൂടി അസാസിനേറ്റ് ചെയ്യുന്നത്. ജൂലിയസ് സീസറിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പിന്നെ ഒക്ടോബിയൻ സീസറിലേക്ക് പോയി, അങ്ങനെ രാജാധികാരത്തിലേക്ക് പോയി. ഒരു സംഘടനയിൽ നിന്ന് വന്നിട്ടൊരു വ്യക്തി അയാൾ പവർഫുൾ ആകുമ്പോൾ അയാൾക്ക് ചുറ്റും ഒരു അധികാര കേന്ദ്രം രൂപപ്പെടുമ്പോൾ സ്വാഭാവിക സംഘടന സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ റോമിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കി, അവസാന കാലഘട്ടം വരെ റോമിൽ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു, സെനറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരുന്നു. രാജാധികാരത്തിന് ഇമ്പോർട്ടൻറ്റ്. രാജാധികാരം ഒരുപാട് വളർന്നത് ജനവിരുദ്ധമായി മാറി. രാജാവിന് എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി മാറി. അമേരിക്കയിൽ അതിനെ തടയാൻ അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ സെനറ്റിലും എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടിലും ഒരേപോലെ പ്രസിഡന്റിന് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവാറില്ല. ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം അവരുണ്ടായി. അവരെ റോമിൻ്റെ വീഴ്ചയിൽ നിന്ന് കണ്ടുപിടിച്ചത്. RSS എന്ന് വെച്ചാൽ ഒരു ലിവിങ് ട്രഡീഷൻ കൂടിയാണ്. അവർ നിരന്തരം ഇതെല്ലാം കണ്ടുപിടിക്കാൻ സ്വയം പുതുക്കിയുന്നുണ്ട്. മുമ്പാണെങ്കിൽ RSS വാജ്പേയിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിമർശനം ഓപ്പണായി ഇങ്ങനെ പറയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വായിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം ഓപ്പണായി നടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓപ്പണായി നടത്തേണ്ട ആവശ്യകതയുണ്ട്. താഴെ തരത്തിലുള്ളവരുടെ കാര്യകർത്താക്കൾക്ക് വരെ ഒരു മെസ്സേജ് കൊടുക്കേണ്ടതെന്ന ഫീൽ കൊണ്ടാണ്. അപ്പോൾ എനിക്കൊന്ന് പൊതുവേ ഈ സംഭവ വികാസങ്ങൾ പൊതുവേ അത് രാജ്യത്തിനും നല്ലതാണ്. RSSനെ പറ്റിയുള്ള ആളുകൾ ഇമേജ് മാറുന്നുണ്ട്. RSS ഭയങ്കര ഭീകരനാണ്, ഫാസിസ്റ്റാണ്, തൊട്ടുവിടാൻ പറ്റാതെന്നൊക്കെയുള്ള ഇപ്പോൾ RSS ആരുടെയും ടാർഗറ്റ് കാര്യമായിട്ട് വരുന്നില്ല. RSSനെ കൂടുതൽ ആളുകൾ ഇപ്പോൾ അടുത്തറിയുന്നുണ്ട്. മുമ്പ് അത് അറിയില്ലായിരുന്നു. അത് പൊതുവേ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു എന്താ പറയുക ഒരു സംഭവ വികാസങ്ങൾ പൊതുവേ RSSനെ കൂടുതൽ മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുകയും അത് രാജ്യത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല RSSനെ വിട്ടുകൊണ്ട് BJP ഈ ഘട്ടത്തിൽ പോകാൻ പറ്റില്ല. അവസാനമായൊരു ചോദ്യം, മോദിക്ക് ശേഷം യോഗി ആയിരിക്കുമോ പിൻഗാമി? സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവഗണിക്കാൻ പറ്റാവുന്ന നേതാക്കളല്ല നമുക്ക് കിട്ടുന്ന ഒരു ഊഹാപോഹങ്ങളനുസരിച്ച് അപ്പുറത്ത് നിൽക്കുന്നത് അമിത്ഷായൊക്കെയാണ്. അപ്പം ഇതിന് ഈ ഒരു തീക്കടൽ യോഗിക്ക് നീന്തി കടക്കാൻ പറ്റിയാൽ പിന്നെ യോഗി തന്നെ ആയിരിക്കും. പക്ഷേ യോഗി ഒരിക്കലും ഒരു സംഘടനയെ വിട്ടുകൊണ്ട് ഞാൻ എന്നുള്ള തലത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി ഈ സന്യാസി. അപ്പോൾ സന്യാസിക്ക് ഒരിക്കലും ആ രീതിയിൽ പോകാൻ പറ്റില്ല. ഇപ്പം തന്നെ അവിടെ നിങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ പത്രങ്ങൾ ഒരു സൈഡ് മാത്രമേ റിപ്പോർട്ട് ചെയ്യും. അവിടെ നല്ല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ അത് മാത്രം ശ്രദ്ധിക്കുക, മുമ്പ് നല്ല വാർത്തകൾ നമ്മൾ മറന്നുകയും ചെയ്യുന്നതാണ് പ്രശ്നം. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവരാണ്. മോഡിയെ പോലെ തന്നെ. മോഡി പിന്നെ ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ ഗുജറാത്ത് കലാപം ഉണ്ടായെന്നുള്ളത്. ആ കലാപത്തിൽ ഒരുപാട് കമ്മ്യൂണൽ എലമെൻ്റ് ഉണ്ടായിരുന്നു. അതിഭീകരമായിട്ട് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്രമിക്കപ്പെടുകയും ചെയ്തു. അതൊക്കെ സത്യമാണ്. ആ കലാപത്തിന് കാരണമായിട്ടുള്ള തീപിടുത്തം ട്രെയിനിന് തീ വെച്ചത് ഗോദ്ര ഇൻസിഡൻറ്റ്,
അത് റിപ്പോർട്ട് ചെയ്ത വിധം അതെല്ലാം അതിന് കാരണമായിട്ടുണ്ട്. അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. പക്ഷേ യോഗിക്ക് അങ്ങനെ നെഗറ്റീവോട് കൂടിയല്ല യോഗി തുടങ്ങുന്നത്. മോഡി ഒരു നെഗറ്റീവോടുകൂടി തുടങ്ങി അത് പോസിറ്റീവാക്കി മാറ്റിയ ആളാണ്. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, നെഗറ്റീവോട് കൂടി അല്ല അദ്ദേഹം തുടങ്ങുന്നത്. മാത്രമല്ല അദ്ദേഹം ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നും ഇങ്ങനെ വലിയ ഡയലോഗ് നടിച്ചിട്ട് ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ തള്ളിക്കളയാൻ BJP ഒരു പക്ഷേ ശ്രമിച്ചെന്ന് വരാം. പക്ഷേ RSS അങ്ങനെയുള്ള ആളുകൾ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. RSS അങ്ങനെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ആൾ. ഇപ്പോൾ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ടാണ് RSS അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയത്? അതൊരു മെസ്സേജായിരുന്നു. അപ്പോൾ അത്തരം മെസ്സേജസ് എപ്പോഴും RSS കൊടുത്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അദ്ദേഹം മാറ്റപ്പെടുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ RSSന് സ്വാഭാവിക തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.